ഞാനിങ്ങനെ ഒരു വഴിയിൽ പോയപ്പോൾ ഒരാവശ്യമായിട്ട് പോയതാണ് കേട്ടോ. പോയപ്പോൾ യാദൃശ്ചികമായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു. വഴിയോരത്ത് ഒരച്ഛനും അമ്മയും വഴിയോരത്തിരിക്കുന്നതായിട്ട്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. കാരണം ഒരു ഇലയിൽ കുറച്ച് ആഹാരം വെച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വാരി കഴിക്കുകയാണ്. മനസ്സിലായോ? അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഇപ്പോഴും ആ സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നപ്പോൾ ഇവരെവിടെ പോയാലും ഇവർക്ക് 12 മക്കളാണ്. പക്ഷേ ഇവരെവിടെ പോയാലും ഇവരൊരുമിച്ച് യാത്ര ചെയ്യത്തുള്ളൂ. കൈകോർത്ത് പിടിച്ച് എപ്പോഴും ഭയങ്കര കെയറിങ് ആണ്. എൻ്റെ മുത്തശ്ശന്, എൻ്റെ അപ്പൂപ്പന് ഭയങ്കര കെയറിങ് ആണ് അമ്മൂമ്മയോടും അച്ഛൻ്റെ അമ്മയോടും. കൈകോർത്ത് പിടിച്ചേ നടക്കത്തുള്ളൂ, ഒരുമിച്ച് യാത്ര ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കളിയാക്കും. എപ്പോഴാണ് ഇഡ്ഡലിയും സാമ്പാറും തരുന്നത്, രണ്ടുപേരും ഒരുമിച്ചാണോ ഇഡ്ഡലിയും സാമ്പാറും തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും പിള്ളേരൊക്കെ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പഴയ കാലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നത്തെ ജനറേഷനിൽ ഒരു മുത്തശ്ശിയുണ്ടോ, ഒരു മുത്തശ്ശനുണ്ടോ, അല്ലെങ്കിൽ അമ്മാമ്മയുണ്ടോ, അച്ചാച്ചനുണ്ടോ? ആരുമില്ല. എല്ലാവർക്കും എല്ലാവരും ഉണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും വീട്ടുമുറ്റത്ത് കുഞ്ഞു കുട്ടികൾ കളിക്കുന്നത് കാണാം, ബോള് കളിക്കുന്നത് കാണാം, അല്ലേ, ഊഞ്ഞാലാടുന്നത് കാണാം, സാറ്റ് കളിക്കുന്നത് കാണാം, പാണ്ടി കളിക്കുന്നത്, എന്തിനേറെ പാറ കളിക്കുന്നത് കാണാം. വീട്ടുമുറ്റത്ത് ബഹളവും മടിയും ഒക്കെ ആയിട്ട് കിലിക്കില എന്നുള്ള കുരുവികളുടെ സൗണ്ട് പോലെ കുഞ്ഞു കുട്ടികളുടെ സൗണ്ടുകൾ കേൾക്കാം. അടുത്ത വീടുകളിലായാലും അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഉള്ള കുട്ടികളെല്ലാം ഒരുമിച്ച് വന്നിരുന്ന് കളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ജനറേഷനിൽ ഏത് വീട്ടിലാണ് കുട്ടികൾ കളിക്കുന്ന കാലഘട്ടം? എവിടെ നോക്കിയാൽ ആ സൗണ്ട് കേൾക്കാൻ പറ്റും? എവിടെ നോക്കിയാൽ ആ ഒരു ഒത്തൊരുമയുണ്ട്? ഒരിടവുമില്ല. പഴയ കാലത്ത് ഈ കൃഷിയൊക്കെ, മാട് മേയ്ക്കുക, കൃഷി ചെയ്യുക, വയസ്സായവർ, ഒത്തിരി ഏജ് ഉള്ളവരൊക്കെ പിന്നെ കൃഷിയിലേക്ക് തിരിയും. ജോലിയൊക്കെ റിസൈൻ ചെയ്തവരും അല്ലാത്തവരും കൃഷിയിലേക്ക് തിരിഞ്ഞ് വയസ്സാം കാലത്ത് അവർ മാട് മേയ്ക്കുക, മാടിനെ കുളിപ്പിക്കുക, മാടിന് പുല്ല് പറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ മുത്തശ്ശിയും കാണും, മുത്തശ്ശനും കാണും, കൊച്ചുമക്കളും കാണും. ഇന്ന് വീടുകളിൽ കൊച്ചുമക്കളും ഇല്ല, മുത്തശ്ശിയും മുത്തശ്ശനും ഇല്ല, ആരുമില്ല. എല്ലാം അന്യാധീനപ്പെട്ടു പോയി എന്നുള്ളതാണ്. പഴയകാല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ചിലർക്ക്. കാരണം പണ്ടത്തെ കാലത്ത് അതൊക്കെ കണ്ടു വളർന്ന എന്നെ പോലുള്ളവർക്ക് മാത്രം ഓർക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ജനറേഷനിൽ അത് ഓർമ്മകളുമില്ല, അവർക്ക് അറിയില്ല. മുത്തശ്ശി എന്താണ്, മുത്തശ്ശൻ എന്താണ്, ഗ്രാൻഡ് പാ, അങ്ങനെ പല പല പേരിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. മമ്മി, ഡാഡി. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ, അച്ഛനെന്ന് വിളിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്, അല്ലേ? അമ്മുമ്മ, അപ്പൂപ്പൻ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഇന്ന് അതൊന്നും കാണാനേ ഇല്ല. ഒരു ഏജ് കഴിയുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുവന്ന് അനാഥാലയത്തിൽ വിടുകയാണ്, അല്ലെങ്കിൽ വഴിയോരത്ത് കളയുക. കൊച്ചുകുട്ടികളെ കൊച്ചിലേ തന്നെ ഒരു റൂമും ഒരു ഫോണും കൊടുത്ത് അവരെ അങ്ങ് റൂമിനകത്തിട്ട് പൂട്ടുക. സെൻട്രൽ ജയിൽ ജീവിതം പോലെ. ഒന്ന് കളിക്കാനോ അയൽവക്കത്ത് പോകാനോ കളിക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. പക്ഷെ പണ്ട് പീഡനവും അതേ ഇല്ലായിരുന്നു, ഞാനൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് പീഡനമാണ്. അയൽവക്കത്ത് വീട്ടിൽ പോലും നമുക്ക് വിശ്വസിച്ച് വിടാൻ പറ്റാത്തൊരു കാലമാണ്. ശരിയാണ്. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ വീടുകളും 6 അടി പൊക്കത്തിന്, അല്ലേ, അല്ലെങ്കിൽ അതുക്കും മേലെ, അല്ലെ അതുക്കും താഴെ മതിലൊക്കെ കെട്ടി മറച്ച് ഗേറ്റൊക്കെ ഇട്ട് അവരവരുടെ തനിപ്പിടിയാണ്. ആർക്കും ആരോട് സംസാരമില്ല. കാറിൽ വരുന്നു, പോകുന്നു, ആര് വരുന്നു, എവിടെ വരുന്നു, എന്തിനു വരുന്നു, ഒന്നും ആരും അറിയുന്നില്ല. 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പണ്ട് അങ്ങനെയല്ല. തുറന്ന മതിലുകളും സ്നേഹമതിലുകളും സ്നേഹമുണ്ടായിരുന്ന കാലഘട്ടമൊക്കെ ആയിരുന്നു അന്ന്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പുറമൊന്ന് രോമാഞ്ചം കൊള്ളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉലക്ക കൊണ്ട് ഊഞ്ഞാലിടും. ഓല മെടഞ്ഞിട്ട് കയറിന് പകരം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ അപ്പൂപ്പൻ ഓല മെടഞ്ഞ് കയറിന് പകരം ഓല മെടഞ്ഞിട്ട് ഊഞ്ഞാലിടും. എന്തോ അല്ലേ അതൊക്കെ! ഇന്ന് ആലോചിച്ച് ഇന്നുണ്ടോ? അത് ഇല്ല. ഏതൊക്കെയോ അപൂർവമായ ഗ്രാമങ്ങളിൽ കുറച്ച് ആൾക്കാർ, പാവപ്പെട്ടവർ, തീരെ പാവപ്പെട്ടവർ, കുഞ്ഞു കുടിലുകളും വെച്ച് അവിടെ ഒത്തൊരുമയോടുകൂടി അങ്ങനെ അങ്ങ് പോകുന്നു. അല്ലാതെ ഉള്ളിടങ്ങളിലൊക്കെയും കുട്ടികളില്ല.
മുത്തച്ഛനും മുത്തശ്ശിയില്ല, നിസ്സാര അച്ഛനും അമ്മയും പോലും ഇല്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പോഴേ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആവുകയാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, ഒരു വീട്ടിലെ കൂട്ടുകുടുംബം പോലെ താമസിച്ചു. ഇന്ന് കൂട്ടുകുടുംബവും ഇല്ല. ഇന്നൊരു കല്യാണത്തിന് വന്നാൽ ഇതാരാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറയാൻ അറിയില്ല. കുഞ്ഞമ്മയാണോ വല്യമ്മയാണോ ഒന്നും അറിയില്ല. പണ്ട് അങ്ങനെയല്ല, കുട്ടികൾ വളരുമ്പോഴേ പറഞ്ഞു കൊടുക്കും ഇത് ഇന്നാരാണ്, ഇത് ഇന്നാരാണ്, ഇത് ഇന്ന മുറയാണെന്ന്. ഒരു മുറയും ഇല്ല. എല്ലാവരും ഷുഗർ ഡാഡി അല്ലേ, പുതിയ പേരുകളാണ് ഷുഗർ ഡാഡി. ഇന്നത്തെ കാലഘട്ടം ഷുഗർ ഡാഡികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക, പിന്നെ ജെൻസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഇത് രണ്ട് കാറ്റഗറിയാണ് ഇപ്പം കൂടി കിടക്കുന്നത്. അല്ലാതെ കൊച്ചുമക്കളും ഇല്ല, മുത്തച്ഛനും മുത്തശ്ശിയും ഇല്ല. കാലഘട്ടമൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. കൃഷികൾ പോലും ഇല്ല, എന്തിനേറെ പറയുന്നു. പശുക്കളെ വളർത്തുന്നില്ല, കൃഷികളില്ല, അപൂർവം ചില ഇടങ്ങളിൽ മാത്രം. അല്ലാതെ എല്ലാം നശിച്ചുപോയി എന്നുള്ളതാണ് പറയാനുള്ള. സങ്കടം തോന്നുക ഓരോന്ന് കാണുമ്പോൾ. ഇപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ അനാഥര് ഇഷ്ടംമാതിരി നിറയുകയാണ്. കിടക്കാനിടമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ഒന്ന് ഉറങ്ങുമ്പോൾ എന്തിനേറെ കൊതുകടിക്കാതെ പുതയ്ക്കാൻ ഒരു ബെഡ്ഷീറ്റ് ഇല്ലാതെ. എത്രയോ തിരുവനന്തപുരം സിറ്റിയിൽ ഓരോരോ സ്ഥലങ്ങളിൽ പോയി നോക്കി ഒരുപാട് ആൾക്കാർ. അവരുടെയൊക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒന്നുമില്ല എന്ന് തോന്നിപ്പോകും. അത്രമാത്രം ഉണ്ടാവും അവർക്കൊക്കെ പറയാൻ. കാരണം അത്രയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി വാങ്ങി കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ മക്കൾക്ക് അച്ഛനും അമ്മയും വേണ്ട അല്ലേ. ആൺകുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും ഉറങ്ങാം, പെൺകുട്ടികൾക്കോ മാനം മറയ്ക്കാതെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ. കഴുകന്മാരുടെ കാലം അല്ലേ. ഇന്ന് ആലോചിച്ച് നോക്കിയേ, സങ്കടം തോന്നും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആലോചിക്കുമ്പോൾ. കാലം മാറി ഒരുപാട്, മനുഷ്യരും മാറി, അതിനൊത്തു മാറി. ജീവിതത്തിൽ ഇതെല്ലാം മാറ്റങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ വളരെ മോശമാണ്. അവർക്കിതൊന്നും പറഞ്ഞാൽ അറിയില്ല. അവർക്ക് സങ്കടം, കരയാൻ പാടില്ല, സഹതാപം പാടില്ല, അവരോട് അനുകമ്പ പാടില്ല, നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ പാടില്ല. അവർക്കതൊന്നും ഇഷ്ടമല്ല. ഒരു മൊബൈലോ ഒരു ഷുഗർ ഡാഡിയോ കുറേ ജൻസികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹാപ്പി. ഒരു ചായ ഒരു ബോണ്ട ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. രായെന്നില്ല പകലെന്നില്ല, അവർ ഹാപ്പിയാണ്. കഷ്ടം. ഇങ്ങനെയൊക്കെ ആയിപ്പോയത് ഓർക്കുമ്പോൾ വളരെ വിഷമമാണ്, പറയാതിരിക്കാൻ വയ്യ. വിഷമം കൊണ്ട് ഓരോന്ന് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ചങ്കുകളെ, നമ്മുടെ പഴയ കാലഘട്ടം, ഊഞ്ഞാലും അല്ലേ, ഒത്തൊരുമയോടുകൂടി കളിക്കുന്നതും നടന്ന് സ്കൂളിൽ പോകുന്നതും വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് മഞ്ഞുള്ള സമയത്ത് നമ്മൾ മഴത്തുള്ളി എടുത്ത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെക്കും, ഇതിനകത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആ സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ കാരയ്ക്ക് പറിച്ച് തിന്നുന്നതും കാട്ടുനെല്ലിക്കതിനെ വല്ലാത്തൊരു നാവിൻ്റെ തുമ്പത്തിരിക്കുക. അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക. പോയി, ആ കാലഘട്ടമൊക്കെ പോയി. ഇനി അത് തിരിച്ചു വരുമോ എന്ന് കേട്ടാൽ അറിയില്ല.